എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇന്ന് ഓഗസ്റ്റ് 10 2026 വൈകുന്നേരം 4 മണി കഴിഞ്ഞു. ഇന്നൊരു പ്രസ് മീറ്റ് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാ മീഡിയാസിനും ഒരുപാട് നന്ദി. സത്യം പറഞ്ഞാൽ ഇതൊരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എന്താ പറയുക സ്പ്രെഡ് ചെയ്ത് നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പം ഞാനത് ലീഗലി ഓൾറെഡി കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തതാണ്. ലീഗലി മൂവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. ഓൾറെഡി മുന്നേ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു, റീസെൻ്റ്ലി ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലും അതിൽ കൊടുത്തിരുന്ന ആൾക്കാർ ഇത് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അവർ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് സമയമില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പം സോഷ്യൽ മീഡിയയിൽ മാത്രം ഇതേപോലത്തെ ഒരു എന്താ പറയുക അലിഗേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പം ഇവിടെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഉത്തരം പറയാമെന്ന് പറയുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്കൊരു വിഷമകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം നമുക്ക് ഇങ്ങനെ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലീഗൽ ലോ അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റം ഒക്കെ ഉള്ളപ്പം സോഷ്യൽ മീഡിയയിൽ വന്ന് എൻ്റെ ക്ലാരിഫിക്കേഷൻ പറയാമെന്ന് പറയുമ്പോഴേ ഒരു വിഷമമുള്ളൊരു കാര്യം. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഇത് കണ്ടിരുന്ന പലർക്കും അറിയണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു എന്താ പറയുക പ്രസ് മീറ്റ് വിളിച്ചു വരുത്തിയത്. ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. ഞാൻ ബേസിക്കലി ഒരു ഡോക്ടറാണ്. ഞാനൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫിനാൻഷ്യൽ ഫാമിലിയിൽ ജനിച്ച ഒരാളാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ എന്താ പറയുക നല്ല രീതിയിൽ ഫിനാൻഷ്യലി വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ബിഗ് ബോസ് വരെയും വന്നത്. ബിഗ് ബോസിന് ശേഷമാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നല്ല രീതിയിൽ എന്ത് ചെയ്തു ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫണ്ടും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 2024 ചെറിയ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ വന്നു. ഫിനാൻഷ്യൽ സ്ട്രഗിൾ എല്ലാവർക്കും വരുന്നതാണ്. അത് അംബാനി തൊട്ട് എല്ലാവർക്കും ഫിനാൻഷ്യൽ സ്ട്രഗിൾ വരും. ഫണ്ട് ചിലപ്പം നമുക്ക് കുറവ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചോദിക്കും, തിരിച്ചു കൊടുക്കും. അത് മനുഷ്യരുടെ ഇടയിൽ എല്ലാവർക്കും നടക്കുന്ന കാര്യമാണ്. അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും നടക്കുന്നതാണ്. പിന്നെ ഇവിടെ ഉള്ള മെയിൻ ആയിട്ടുള്ള ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഉള്ള കാശ് ഞാൻ ഈ പറഞ്ഞ വേദലക്ഷ്മിക്ക് കൊടുക്കാനുണ്ടെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതാണ് ഇവിടുത്തെ അലിഗേഷൻ. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ കണക്ക് വലിയൊരു ക്രിമിനൽ ക്രൈം ഈ പറഞ്ഞ കണക്ക് കൊലപാതകമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് പോസ്കോ കേസോ അല്ലെങ്കിൽ റേപ്പ് കേസോ മർഡറോ അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ഇതൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? എല്ലാ മനുഷ്യരും ചെയ്യുന്ന ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു ക്ലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേദലക്ഷ്മിനെ ഞാൻ അറിയുന്നത് അബിൽ ദേവ് എന്ന് പറഞ്ഞ ഒരാളിനെയാണ്. അബിൽ ദേവ് എന്ന് പറയുന്ന കേരള ഫാഷൻ ലീഗിന്റെ ഓണറാണ്. പുള്ളിക്കാരൻ ഒരു പീഡന കേസിലെ പ്രതിയാണ്. നിങ്ങൾക്ക് പുള്ളിക്കാരനെ പറ്റി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ എന്നെ 2025 ഒരു ഫെബ്രുവരി ടൈമിൽ എന്നെ കോൺടാക്ട് ചെയ്തു. നമ്മളെ മരിച്ചുപോയ റോയ് സർ, കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ റോയ് സാറിന്റെ ബർത്ത്ഡേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ബർത്ത്ഡേ എൻ്റെ മാരേജിന്റെ ദിവസമായത് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ പുള്ളിക്കാരടുത്ത് പറഞ്ഞു എനിക്ക് റോയ് സാറിനെ ഒന്ന് കണക്ട് ചെയ്ത് തരണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളും എന്തെങ്കിലും ബ്രാൻഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ന് കണക്ട് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഫിനാൻഷ്യലി കുറച്ച് ചെറിയ ചെറിയ സ്ട്രഗിൾസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടി എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് സുഹൃത്തായിട്ടുള്ള വേദലക്ഷ്മി ഇതേപോലെ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരിയാണ്. അപ്പോൾ പുള്ളിക്കാരി ഇതേപോലെ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നീ ഹെൽപ്പ് ചെയ്യണം, നീ മാക്സിമം സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്യണം. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഈ വേദലക്ഷ്മിനെ അറിയത്തില്ല. അങ്ങനെ ഈ പറഞ്ഞ അബിൽ ദേവും വേദലക്ഷ്മിയും കൂടെ നമ്മളെ ബൊട്ടിക്കിൽ വരുന്നു. പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ഇവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്നെ ഭയങ്കര കാര്യമായിട്ട് ഈ പറഞ്ഞ അബിൽ ദേവ് എൻ്റെ അനിയനാണ്, എനിക്ക് പറക്കാതെ പോയ എൻ്റെ സഹോദരനാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയതിന് ശേഷം നിങ്ങൾക്ക് പലർക്കും ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ബിഗ് ബോസിന്റെ സമയത്ത് വേദലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് പുള്ളിക്കാരി ഇഷ്ടമല്ല. എന്നിരുന്നാലും ഈ പുള്ളിക്കാരെ എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത് കാരണം പല സമയത്ത് ഹെൽപ്പ് ചെയ്തുകൊണ്ടും ഞാൻ ഫോഴ്സ്ഫുള്ളി സപ്പോർട്ട് ചെയ്യേണ്ടി വന്നതുമാണ്. അത് മാത്രമല്ല അതിൻ്റെ അകത്ത് ബിഗ് ബോസിൻ്റെ അകത്ത് ആദില നോറയ്ക്ക് അഗൻസ്റ്റ് ഒക്കെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്ന സമയത്ത് ഞാൻ പേഴ്സണലി പറഞ്ഞിരുന്നു എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് ഞാനന്ന് പബ്ലിക്കലി പറഞ്ഞിരുന്നത്. അപ്പം ഇതിങ്ങനെ പോകുന്നു. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ അക്കൗണ്ടിൽ നിന്ന് ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ പുള്ളിക്കാരൻ റിലേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും അക്കൗണ്ടിൽ നിന്നായിരിക്കും എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ചില സമയങ്ങളിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സെൽഫി വീഡിയോ പുള്ളിക്കാരന് വേണം. എന്തിനാന്ന് വെച്ചാൽ ഇതേപോലെ എനിക്ക് ഇങ്ങനെ കാശിൻ്റെ ആവശ്യമുണ്ട്, അപ്പം ഇന്ന കാശ് ഞാൻ മേടിക്കണം, ഇന്ന റിട്ടേൺ ചെയ്യുമെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ വേണമെന്ന് പറയുമ്പോൾ ശരി, ഞാൻ വിചാരിച്ചു ഇയാളൊരു ഫ്രണ്ടല്ലേ, സുഹൃത്തല്ലേ, നമ്മളൊരു വീഡിയോ വേണമെന്ന് പറയുന്നതായിരിക്കും. ഞാൻ അതിൽ തെറ്റായിട്ടൊന്നും വിചാരിച്ചില്ല. അപ്പം ഞാൻ ചിന്തിച്ചു വേണോ വേണ്ടെന്ന് വിചാരിച്ചു. എന്നാലും എനിക്ക് ആ സമയത്ത് ഫിനാൻഷ്യലി ഉള്ള ആവശ്യമുള്ളത് കാരണം ഞാൻ എന്ത് ചെയ്തു, അയച്ചു കൊടുത്തതിന് ശേഷം ഒരു 3-4 വീഡിയോ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഈ പറഞ്ഞ കണക്ക് വീഡിയോസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെ ഈ പുള്ളിക്കാരനെ സംസാരിക്കാറുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പുള്ളിക്കാരൻ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒരു രീതിയിൽ ഞാൻ പുള്ളിക്കാരൻ്റെ വോയിസോ കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാൻ നിന്നിട്ടില്ല. മനസ്സിലായില്ല? കാരണം നമ്മൾ പേഴ്സണലി സംസാരിക്കുന്ന കാണെങ്കിൽ റെക്കോർഡ് ചെയ്യാന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഇന്റൻഷൻ ശരിയായിട്ടുള്ള ഒരു കാര്യം അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരൻ എനിക്ക് പേഴ്സണലി ഈ പറഞ്ഞ കണക്ക് ഫണ്ടും കാര്യങ്ങളൊക്കെ അയച്ചു തന്നതിന് ശേഷം ഇയാൾ എനിക്ക് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2025 ആ ഒരു ജൂൺ ജൂലൈ സമയം തൊട്ട് ഇയാൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇയാൾ തിരിച്ച് അക്കൗണ്ട് പറയുമ്പോൾ ഈ പറയുന്ന കണക്ക് വേറെ ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് എനിക്ക് അയച്ചു തരുന്നത്. ഓക്കെ, ഈ വ്യക്തിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരത്തില്ല.
ഇയാൾ ഈ പറഞ്ഞെടുക്കുന്നുണ്ട് ഇതിപ്പം എന്താണ് അഞ്ജലി ജെ നായർ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ട് എനിക്ക് അയച്ചിട്ടുണ്ട്. എനിക്ക് ഈ വ്യക്തി ആരാന്ന് പോലും അറിയത്തില്ല. അതേപോലെ പല പല ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഈ പുള്ളിക്കാരൻ അയച്ചു തന്നിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഓക്കെ, നവീൻ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. അപ്പം ഞാൻ ഇയാൾ എനിക്ക് ഫണ്ട് അയച്ചു തരുന്നു, ഞാൻ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. പല പല അക്കൗണ്ടിലേക്ക് പറയും. ഞാൻ ശരി, ഞാനപ്പോൾ എൻ്റെ ഒരു സുഹൃത്തല്ലേ, ഒരു ഫ്രണ്ട് അല്ലേ, നമ്മളെ ചതിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സംഭവങ്ങളെല്ലാം അയച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഈ പറഞ്ഞ കണക്ക് വേദലക്ഷ്മിനെ ആയിട്ട് എനിക്ക് ഫിനാൻഷ്യലി പുള്ളിക്കാരായിട്ടല്ല ബന്ധം, എനിക്ക് അബിൽ ദേവുമായിട്ടാണ് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ. ഈ അബിൽ ദേവ് പറഞ്ഞിട്ടാണ്, ഇവരെന്തോ സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നത്, എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ എനിക്കറിയത്തില്ല. അബിൽ ദേവ് ഈ പറഞ്ഞ ബിഗ് ബോസിന്റെ സമയം തൊട്ടേ ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ചില സമയത്ത് ഒരു പ്രാവശ്യം മാത്രം വേദലക്ഷ്മിയുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്തു, എൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ. അതിനു മുന്നേ ഇനിഷ്യലി ഉണ്ടായിരുന്നതിൽ പുള്ളിക്കാരി തന്നെ എനിക്ക് പുള്ളിക്കാരിയുടെ വേറൊരാളുടെ, വേദലക്ഷ്മിയുടെ അല്ലാതെ ധന്യശ്രീ എന്ന് പറഞ്ഞ ഒരാളിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. ഇത് വേദലക്ഷ്മിയുടെ ചാറ്റ. ഇതിൽ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരി ഇന്നേ വരെ, ഈ സെക്കൻഡ് വരെ പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നിട്ടില്ല. ഓക്കെ, ഈ സെക്കൻഡ് വരെയും ഈ പുള്ളിക്കാരി എന്താ ആവശ്യപ്പെടുന്നത്, പുള്ളിക്കാരിക്ക് ഞാൻ ഫണ്ട് കൊടുക്കണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഈ സെക്കൻഡ് വരെയും പുള്ളിക്കാരിയുടെ ചാറ്റിൽ എനിക്ക് പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നില്ല. എന്തുകൊണ്ട് അയച്ചു തന്നില്ല? ഇപ്പൊ പുള്ളിക്കാരിക്കാണ് ഫണ്ട് കൊടുക്കാനുള്ളതെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചാണ്. അത് മാത്രമല്ല, ഈ അബിൽ ദേവനും വേദലക്ഷ്മിക്ക് അഗേൻസ്റ്റ് ഇതിനു മുന്നേ എന്റെ വോയിസ് എല്ലാം ഞാൻ പബ്ലിക്കിൽ ഇടും. അതേപോലെ തന്നെ ഈ വീഡിയോസ്, ഈ പറഞ്ഞ ഞാൻ അയച്ചു കൊടുത്ത സെൽഫി വീഡിയോസ് എല്ലാം പബ്ലിക്കിൽ ഇടുമെന്ന് പറഞ്ഞ് എന്നെ ത്രെട്ടൻ ചെയ്ത്, ഞാൻ ഇലക്ഷന്റെ സമയത്ത് പോകാൻ വേണ്ടി മുൻകൂട്ടി ഇരിക്കുന്ന സമയത്ത് എന്നെ അവരുടെ വീട്ടിൽ വിളിച്ചു വരുത്തി ഈ പറഞ്ഞ വേദലക്ഷ്മി വീഡിയോ എടുത്ത് ഈ പുള്ളിക്കാരനെ വെച്ചിട്ട് ഇതേപോലെ ഫണ്ട് കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിൽ എന്നെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കത്തില്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു, ഒരു വീഡിയോ ചെയ്യിപ്പിച്ചു. അവിടെ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് വേദലക്ഷ്മിയാണ്, അവിടെ CCTV ഉണ്ട്, അബിൽ ദേവാണ് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇലക്ഷന് പോയ സമയത്ത് ഈ പുള്ളിക്കാരി വേദലക്ഷ്മി പൊളിറ്റിക്കലി എന്നെ പറ്റി സ്റ്റോറീസ് ഇട്ടു. എന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ കറപ്റ്റഡ് ആയിട്ടുള്ള ആളാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ആ സമയത്ത് എൻ്റെ അടുത്ത് ഫണ്ട് ആവശ്യപ്പെട്ടു. ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു ഈ പുള്ളിക്കാരൻ എന്തോ 75 ലക്ഷം രൂപ ഞാൻ കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ് 36 ലക്ഷം എന്ന്, പിന്നെ പറഞ്ഞ് 45 ലക്ഷം എന്ന്, പിന്നെ പറഞ്ഞ് ഈ പറഞ്ഞ കണക്ക് 75 ലക്ഷം എന്ന്. ഇവർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കെന്തോ ഇലക്ഷന് പോയ സമയത്ത് ഒരുപാട് കാശ് കിട്ടിയെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇലക്ഷൻ സമയത്ത് ഒരു കാശ് പോലും ഞാൻ അങ്ങോട്ടും കൊടുത്തിട്ടില്ല, ഈ പറഞ്ഞ വ്യക്തികളിൽ നിന്ന് ഞാനും മേടിച്ചിട്ടില്ല. ഓക്കെ, സോ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ത്രെട്ടനിങ് തുടങ്ങുന്നു. ഞാൻ കമ്മീഷണറിനും തുമ്പ പോലീസ് സ്റ്റേഷനിലും ജനുവരി 31 2026 കംപ്ലൈന്റ് കൊടുക്കുന്നു. കംപ്ലൈന്റ് കൊടുത്ത പ്രകാരം അവിടുത്തെ SHO ഈ പറഞ്ഞ അബിൽ ദേവിനെയും വേദലക്ഷ്മിനെയും വിളിക്കുന്നു. ഇവരവിടെ വന്നിട്ടില്ല. ഓക്കെ, ഇവരവിടെ വന്നിട്ടില്ല, ഇവർ വന്നതുമില്ല. അതിനുശേഷം ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണ്, കറക്റ്റ് കാര്യങ്ങളാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ചെല്ലും, സാർ ഇത്ര രൂപ ഞാൻ കൊടുത്തു, ഇത്ര രൂപ തരാനുണ്ട് എന്ന് പറയും. അതല്ലേ ചെയ്യുന്നത്, അതല്ലേ മാന്യമായിട്ടുള്ള കാര്യം. ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്ത്, ഞാൻ വന്ന് സോഷ്യൽ മീഡിയയിലല്ല ചെയ്യുന്നത്, ഞാൻ ആദ്യമേ പോയി കംപ്ലൈന്റ് കൊടുക്കുക ചെയ്താൽ, മനസ്സിലായില്ല, അത് എൻ്റെ ഭാഗത്ത് ശരിയുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ കണക്ക് തുമ്പ പോലീസ് സ്റ്റേഷൻ വിളിച്ച് ഇവരാരും വന്നില്ല, ഇവരാരും അതിന് റെസ്പോണ്ട് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അതിനുശേഷം ഞാൻ ഇലക്ഷന് പോയി. ഇലക്ഷന് ശേഷം എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായി, ഇലക്ഷൻ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായി. 2-3 മാസം എൻ്റെ അമ്മയുടെ കാര്യമായിട്ട് തിരക്കിലായിരുന്നു, ട്രീറ്റ്മെന്റ് കാര്യമായിട്ട് തിരക്കിലായിരുന്നു. കഴിഞ്ഞ ജൂലൈ 3 എൻ്റെ അമ്മ മരണപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് ഈ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങി. ഈ പറഞ്ഞ കണക്ക് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം തിരിച്ച് ഇവരുടെ ത്രെട്ടനിങ് വീണ്ടും തുടങ്ങി. ഈ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം ഈ വ്യക്തി ഇവരെന്താ ചെയ്യുന്നത്, ഇവരുടെ ടീം ഓഫ് ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വിളിച്ച എൻ്റെ ബ്രാൻഡിങ്, ഞാൻ ബ്രാൻഡ് അംബാസഡർ പല സ്ഥാപനത്തിന്റെ, ഈ ബ്രാൻഡിങ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം വിളിച്ചിട്ട് ഇതേപോലെ ഞാൻ ഫണ്ട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ വർക്ക് എന്ത് ചെയ്യുക, മുടക്കുക. അതേപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് ഇലക്ഷൻ സമയത്ത് ജനറൽ സെക്രട്ടറി, നമ്മൾ BJP ജനറൽ സെക്രട്ടറിയുടെ അടുത്ത് വിളിച്ചിട്ട് ഇതേപോലെ ഞാൻ ഫണ്ട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റി പറയാം. പിന്നെ ഇവരിപ്പോ എന്താ BJPയുടെ ഒരു സംതിങ് വോയിസ് എന്ത് കിട്ടുന്നത്, അതിൽ ആദ്യം കുറച്ച് സൗണ്ട് മോഡുലേഷനൊക്കെ പറ്റി ആയിട്ട് എഴുതുക. അതിൽ പ്രധാനപ്പെട്ട കാര്യം അത് ഇപ്പോഴത്തെ വീഡിയോ അല്ല, അത് ഒരു വർഷം മുന്നേ ഉള്ള സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ BJP ജോയിൻ ചെയ്തിട്ട് പോലും ഇല്ല. നമ്മളന്ന് നോർമലി സംസാരിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ട് സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പൊ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എന്നെ അതിൽ മോശക്കാരനാണ്. ഞാൻ അതിൽ പ്രത്യേകിച്ച് പറഞ്ഞു, എനിക്ക് BJPനെ പറ്റി ABCD കാര്യങ്ങൾ അറിയത്തില്ല, എനിക്കറിയത്തില്ല. ഞാൻ ജനിച്ചത് BJP ഒരു എന്താ പറയുക ഒരു ഫാമിലിയിലോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ പ്രവർത്തനമായിട്ട് വന്ന ഒരാളല്ല, എനിക്ക് എൻ്റെ ABCD അറിയത്തില്ല. ഞാനതിൽ പറയുന്നത് എന്താണ്, നമ്മൾ ജനങ്ങൾക്കും വേണ്ടി, എനിക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഞാൻ എന്ത് ചെയ്യും, പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത്. മനസ്സിലായി, ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ കാര്യം പറഞ്ഞു, ജനങ്ങൾക്കും വേണ്ടി, എനിക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഞാൻ എന്ത് രാജ്യത്തിനും വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നത് പറഞ്ഞാൽ അത് ഇനിയും പ്രവർത്തിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഞാൻ ചെയ്യും. അപ്പൊ എനിക്ക് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വേദലക്ഷ്മി പറഞ്ഞ വേദലക്ഷ്മിക്ക് കാശ് കൊടുക്കണ്ടെന്നാണ് പറയുന്നത്. വേദലക്ഷ്മി എനിക്ക് അയച്ചു തന്നിട്ടുള്ള
അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ധന്യ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് പറഞ്ഞത്. എന്നിട്ട് ഈ പുള്ളിക്കാരി ഇന്നേ വരെ ഈ സെക്കൻഡ് വരെ നമുക്കൊരാൾക്ക് ഫണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ എന്താ ചെയ്യുക, അവർ ഈ പറഞ്ഞ കണക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ഫണ്ട് തരാൻ വേണ്ടി പറയും. ഇന്നേ വരെ ആ വ്യക്തി എനിക്ക് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചറിയോ, ഫെബ്രുവരിക്ക് ശേഷം അവരുടെ ഒരു കോളോ വോയിസോ എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യങ്ങളിൽ വിളിച്ചിട്ട് റോബിൻ എനിക്ക് ഇത്ര രൂപ തരാനില്ലേ, ആ തരാനുള്ള എമൗണ്ട് എനിക്കൊന്ന് താന്ന് പറയണം. അതിനുശേഷം ഈ അബിൽ ദേവുമായിട്ടുള്ള ആ ഒരു വീഡിയോ പ്രകാരം ഈ പുള്ളിക്കാരി അവസാനമായിട്ട് ഫെബ്രുവരി 18 അപ്പോഴെപ്പോഴാണ് ഒരു മെസ്സേജ് എനിക്ക് അയക്കുന്നത് ഈ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ആ പറയുന്ന കാര്യം ജനുവരി 31 എന്നുള്ളത് അബിൽ ദേവിന്റെ കൂടെ പറഞ്ഞ കാര്യമാണ് എന്ത് ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരി സ്ക്രീൻ എന്ന് എല്ലാം മാനിപ്പുലേറ്റ് ചെയ്താണ് ഇട്ടേക്കുന്നത്. മനസ്സിലായില്ലേ? മാനിപ്പുലേറ്റ് ചെയ്ത് ആൾക്കാരിലേക്ക് എന്ത് ചെയ്യുക, തെറ്റിദ്ധാരണ വരുത്തുക. ജെന്യുവിനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം, ഈ പറഞ്ഞ കണക്ക് ഇവർക്ക് ഫണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ആവശ്യമാണ് എൻ്റെ നിന്ന് ഫണ്ട് മേടിക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അവരവിടെ വന്ന് അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസും ട്രാൻസാക്ഷനും എല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് എനിക്ക് പറയാനുള്ള കാര്യവും ചെയ്ത് അതിലെന്താണോ അതിൽ കൊടുക്കാനുണ്ടോ മേടിക്കാനുണ്ടോ എന്ത് കാര്യം ഉണ്ടെന്നുള്ള അവിടെ വെച്ച് സംസാരിച്ച് അത് സെറ്റിൽ ചെയ്യണം. എന്റെ അഭിപ്രായ പ്രകാരമാണെങ്കിൽ പ്രൊമോഷൻ ഞാൻ ഒരെണ്ണം ഗീവ് അവേ ചെയ്തതിന്റെ പേയ്മെന്റ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? ഞാൻ കൊടുത്തതെല്ലാം അക്കൗണ്ട് ട്രാൻസാക്ഷൻ എല്ലാം എന്റെ കയ്യിലുണ്ട്. അവർ പറഞ്ഞ പിന്നെ ഈ പറഞ്ഞ കഴിഞ്ഞ മാർച്ചിലാണ് പുള്ളിക്കാരന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ചോദിച്ചത്. ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് തരുകയും ചെയ്തു. തന്ന പ്രകാരം ഞാൻ അതിലേക്ക് 11 ലക്ഷം രൂപ അതിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. കാരണം അതുവരെ എനിക്ക് വിശ്വാസമായിരുന്നു ഇയാളെ മുന്നേ. ഈ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം ഇത് ശരിയാവില്ലെന്ന് വിചാരിച്ച അപ്പോഴാണ് ഇയാൾ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഇയാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഇയാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് ആദ്യമായിട്ട് അയച്ചു തരുന്നത് മാർച്ചിലാണ്. മാർച്ച് 12 ഈ വ്യക്തിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചത്. അതുവരെയും ഇയാൾ വേറെ ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചിട്ട് അതിലേക്ക് ഫണ്ട് അയക്കുന്നതാണ് ഇയാൾ പറഞ്ഞിരുന്നത്. എൻ്റെ ബ്ലാങ്ക് ചെക്ക്, എൻ്റെ സ്റ്റാമ്പ് പേപ്പർ ഇതെല്ലാം ഇയാൾ എന്ത് ചെയ്തിരുന്നു മേടിച്ചു. ഞാൻ ഇത് ഫണ്ട് കൊടുത്തതിന് ശേഷം ഇത് ചോദിക്കുമ്പം ഇനി നീ എനിക്ക് 40 ലക്ഷം രൂപ തരാനുണ്ട്, 45 ലക്ഷം രൂപ തരാനുണ്ട്, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ റിസൾട്ട് വരുന്നതിന് മുന്നേ ഇവര് വീണ്ടും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ എന്തോ എനിക്ക് തോന്നുന്നു ആ ഹോളിഡേ ഹോട്ടലിലേക്ക് വരണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട് അവിടെ ചെന്നപ്പോൾ വേദിലക്ഷ്മി സ്ഥിരം പോലെ വേദിലക്ഷ്മി ഇതേപോലെ വീഡിയോ ചെയ്യുക, ഡോക്ടർ റോബിൻ്റെ ആദ്യം ചെയ്തതിൽ 36 ലക്ഷം, അടുത്തതിൽ 45 ലക്ഷം, ഇപ്പൊ പറയുന്ന 75 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. നമ്മൾ ഒരാൾക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത് എൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതേപോലെ തന്നെ തിരിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഫേക്ക് ആയിട്ടുള്ള കൂടുതൽ എമൗണ്ട് ആവശ്യം എന്ന് വെച്ചാൽ ഇപ്പൊ അവരെന്താ ചെയ്യുന്നത്, ജെന്യൂൻ ആയിട്ട് ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. ഞാൻ അവർക്ക് വേണ്ടിയാ കംപ്ലൈന്റ് കൊടുത്തത്. നിങ്ങൾ വരും എന്താ സംശയം? അവർ വരുന്നില്ല. ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ വരാൻ പറഞ്ഞു, പോലീസ് വരാൻ പറഞ്ഞു, വന്നിട്ടില്ല. മറ്റേ ഇനി അനന്തുവിന്റെ കാര്യം, ഈ അനന്തു എന്ന് പറഞ്ഞ ഡ്രേക്ക് എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ 2-3 ദിവസം ഇവനെ എനിക്ക് പണ്ടോട്ടേ അറിയാം. ഓരോ അലിഗേഷൻ പോസ്കോ കേസിലെ പ്രതിയുണ്ട. ഇവന് ഒരുപാട് കാര്യങ്ങൾ മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് ഒരു 3-4 ദിവസം മുന്നെയാണ് ഇവൻ ഇവിടെ ബൊട്ടീക്കിലേക്ക് വരുന്നതും. ഞാനൊരു പ്രസ് മീറ്റ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവൻ വന്നതിന് ശേഷം എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നു, എന്താ പ്രശ്നം നോക്കുന്നു. അപ്പൊ ഞാൻ ഈ പ്രശ്നം കുറച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ശരിയാട്ടാ, ഞാൻ നിങ്ങൾക്ക് ഇവക്ക് എഗൻസ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്യാൻ പോവേണം, അങ്ങനെ വിടാൻ പറ്റും. എന്നിട്ട് ആ പെൺകുട്ടീനെ പറ്റിയും ഈ പറഞ്ഞ അബിൽ ദേവിനെ പറ്റി മോശമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ വീഡിയോ ചെയ്യും. എന്നിട്ട് അവൻ പറയുന്നത് ഞാൻ കുറച്ച് കോസ്റ്റ്ലി ആണ്. ഞാൻ പറയും കോസ്റ്റ്ലിയാ, ഓക്കെ, അല്ല ഞാൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുറച്ച് ചിലവാകും. അപ്പൊ ഞാൻ പറയാം, എടാ എന്റെ ചിലവ് ചെയ്യാനൊന്നും കാശൊന്നും ഇല്ല, എന്റെ കയ്യിൽ അത്ര ഫണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ശരി ഏട്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അവൻ എന്ത് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട് ഇവൻ അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ആ അബിൽ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ നമ്പർ തരുമെന്ന്. ഞാൻ നമ്പർ അയച്ചു കൊടുത്തു. നമ്പർ അയച്ചു കൊടുത്തതിന് ശേഷം പിന്നെ കാണുന്ന അവർ രണ്ടിനും കൂടെ സെൽഫി ഇട്ട് ഫോട്ടോ എടുക്കുന്നു. പിന്നെ കംപ്ലീറ്റ്ലി എനിക്ക് എഗൻസ്റ്റ് ആണ് വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പൊ പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്ന വീഡിയോ BJP പാർട്ടി എന്ന് വെച്ചാൽ BJP റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ ഇന്റൻഷൻ ആക്ച്വലി ഈ ഫണ്ട് കൊടുക്കാനുള്ളത് തിരിച്ചു മേടിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ആ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണോ? അത് ഞാൻ ഈ BJP പാർട്ടിയിൽ പോയതും ഈ കഴിഞ്ഞ ഇപ്പൊ പ്രൊട്ടസ്റ്റിനും കാര്യങ്ങളെല്ലാം നിന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, പലരും പറഞ്ഞിട്ട് പ്രൊട്ടസ്റ്റിന് പോയി ഞാൻ എന്തിനാ നിന്നു, അതിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത് എന്ത് PSCയിലെ ആ പറഞ്ഞ റാങ്ക് ഹോൾഡേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. ഒരു സെലിബ്രിറ്റീസ് പോലും അവിടെ പോയി ഇത്രയും അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് ഞാൻ നിന്നിട്ടുണ്ട്, ഇനി നിൽക്കുകയും ചെയ്യും. ഇനി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ നിൽക്കും. മനസ്സിലായില്ലേ? ഇതെല്ലാം ചെയ്യുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഈ രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്നത് കാരണം ഇവർക്കറിയാം BJPക്ക് എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് എന്താ പറയാ, മറ്റുള്ള പാർട്ടിക്കാരും മറ്റുള്ള മതക്കാരും എല്ലാവരും ഇതിന് എഗൻസ്റ്റ് ആയിട്ട് നിന്ന് അവർക്ക് സപ്പോർട്ട് കിട്ടുമെന്നുള്ളത്, അത് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉപരി ഈ പറഞ്ഞ ആൾക്കാർ ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കോർട്ടല്ല, കോടതിയല്ല സോഷ്യൽ മീഡിയ. അത് ആദ്യം മനസ്സിലാക്കുക. ഒരുപാട് പേര് സോഷ്യൽ മീഡിയ കാരണം ആത്മഹത്യ ചെയ്യുന്നുണ്ട്, ഡിപ്രഷനും വിഷമം കാണാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈന്റ്, ഈ അബിൽ ദേവിന് കാശ് കൊടുക്കാനുണ്ടെന്നല്ലേ പറയുന്നത്. ഈ അബിൽ ദേവ് ഇന്നേ വരെ എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരു കംപ്ലൈന്റ് കൊണ്ടുപോയി കൊടുത്തില്ലല്ലോ. എന്തുകൊണ്ട് കൊടുത്തില്ല? അയാൾ ഈ വേദലക്ഷ്മിയെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കൊടുപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് അബിൽ ദേവ് ജെന്യൂൻ ആണെങ്കിൽ അബിൽ ദേവ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? പിന്നെ വേദലക്ഷ്മിക്ക് കൊടുക്കാനുണ്ടെങ്കിൽ വേദലക്ഷ്മി ഇന്നേ വരെ വേദലക്ഷ്മിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നിട്ടില്ല. ഇന്നേ വരെ എൻ്റെ അടുത്ത് ഇപ്പൊ ഈ സെക്കൻഡ് വരെ എൻ്റെ അടുത്ത് റോബിൻ ഇത്ര രൂപ നീ എനിക്ക് തരാനുണ്ട്, ഇത്ര രൂപ താന്ന് പറഞ്ഞ ഒരു വോയിസിന് ഒന്ന് പറയട്ടെ, ഒരു വോയിസും അങ്ങനെ ഇല്ല. പിന്നെ
ഈ പറഞ്ഞ കണക്ക് കുറെ വീഡിയോസ് എല്ലാം വെച്ചിട്ട് ഇപ്പൊ അവരെന്താ ചെയ്യുന്നത്, എന്റെ വോയിസ് എല്ലാം എടുത്ത് ഈ പറഞ്ഞ കണക്ക് എപ്പോഴും സംസാരിച്ച് ഇതെല്ലാം മാനുപുലേറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് എന്നെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ്? ഞാൻ അങ്ങ് നശിച്ചു പോകണം, ഞാൻ അങ്ങ് ഇല്ലാണ്ടാവണം, ഞാൻ ഇനി ഇങ്ങനെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പാടില്ല, ജീവിക്കാൻ പാടില്ല, നിന്നെ തൊലയ്ക്കും, അങ്ങനെ ഒരു ഇന്റൻഷൻ അല്ലേ? നിങ്ങളുടെ ഇന്റൻഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഗലി ഫേസ് ചെയ്യുക, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരിക, നിങ്ങൾ സംസാരിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ ലീഗലി ഫേസ് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങൾ പുറത്ത് പബ്ലിക്കിലേക്ക് പറയുക. അല്ലാതെ ഈ പറയുന്ന നടക്ക് സ്റ്റോറി ഇട്ടിട്ട് കൗണ്ട് ഡൗൺ ഇട്ടിട്ട് ഇത് എന്റെ ലാസ്റ്റ് പ്രസ് മീറ്റാണ്, ഇതിന് ശേഷം ഞാൻ ഇത് റിലേറ്റഡ് ആയിട്ട് ഉള്ള ഒരു കാര്യം ഞാൻ പറയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ആസ് ഏർലിയസ്റ്റ് ആയിട്ട് ഞാൻ എന്റെ പ്രസ് മീറ്റ് വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. മനസ്സിലായില്ലേ?